അങ്ങനെ വെറും 3 ദിവസത്തെ ഹോസ്റ്റൽ വാസത്തിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ടോ എന്താ ഈ പെണ്ണിന് പ്രാന്താണെന്ന്? ലിറ്ററലി എനിക്ക് കുറച്ച് പ്രാന്തുണ്ട്. കാരണം ഈ ഇടയായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഹോസ്റ്റലിലേക്ക് വരാൻ തോന്നില്ല, ബട്ട് ഹോസ്റ്റലിൽ നിന്ന് എന്തായാലും വീട്ടിലോട്ട് പോകാൻ തോന്നും. അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ബാഗിൽ ഇത്രയും ഫ്രീക്വൻ്റായി വീട്ടിൽ പോകണ എനിക്ക് ഈ ബാഗിൽ എന്താണ് ഇത്ര വലിയ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമെന്നറിയാം. ഇത് ഫുള്ള് കഴുകാനുള്ള അഴുക്ക തുണികളാണ്. ഇത് ഞാനിവിടെ ഇങ്ങനെ പൈലപ്പ് ചെയ്ത് വെച്ചിട്ട് എനിക്കിവിടെ നിന്ന് തിരുമ്പോൾ എനിക്ക് ഡിപ്രഷൻ വരും. അതുകൊണ്ട് ഞാനിത് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. മുടിഞ്ഞ വെയിറ്റാണ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പറയണ്ട, നല്ല വെയിലാണ്. കുടയൊന്നും ഇല്ലാണ്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കരിഞ്ഞുണങ്ങിപ്പോവും. അത്രയും പൊള്ളുന്ന വെയിലാണ്. പിന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം ഗൈസ്, അല്ലെങ്കിൽ സൈഡായിപ്പോവും. നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പണിയാവും. അതിനേക്കാളും ഭേദം വെള്ളം കുടിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലേക്കുള്ള ആ വഴിയാണിത്. ഭയങ്കര ഭംഗിയാണിത്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എസ്പെഷ്യലി ഇൻ നൈറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അത് ഇറങ്ങി റോഡിലോട്ടെത്തി. അവിടെ പിന്നെ പറയണ്ടല്ലോ, അവിടെയും പൊടിഞ്ഞ വെയിലാണ്. പിന്നെ ഇങ്ങനെ ഹോസ്റ്റലിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കുറച്ച് ഷെയ്ഡായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്നേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം സോളോ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. എനിക്കിങ്ങനെ കമ്പനി അടിച്ചിട്ട് ഞാനങ്ങനെ വളരെ ഓവറായിട്ട് സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. ഈവൻ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ കൂടി ഐ ടോക്ക് മിനിമം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെറിയ ചെറിയ യാത്രകൾ. ഇപ്പോൾ ബസ്സിലാണെങ്കിൽ എനിക്ക് സൈഡ് സീറ്റും പിന്നെ സ്പോട്ടിഫൈയിൽ പാട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. പിന്നെ എനിക്ക് ഒരു കമ്പനിയും വേണ്ട. അങ്ങനെ കുറച്ച് നേരത്തെ ഒരു ട്രാവലിനൊക്കെ ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ടെത്തി. ആൻഡ് ഐ എം സോ ഹാപ്പി. വീട്ടിൽ പോയിട്ട് ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ബൈ.